ഈ ലോകത്തെ ഏതൊരു കമ്പനി എടുത്തു നോക്കി കഴിഞ്ഞാലും അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരാൾ അവിടെ എന്തായാലും ഉണ്ടാവും. ഇനി അതൊരു വലിയ കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അതിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇനി ചെറിയൊരു കമ്പനിയിൽ തന്നെ ഒരു അക്കൗണ്ടൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ അക്കൗണ്ടൻ്റ് ആയിരിക്കും ചിലപ്പോൾ ആ കമ്പനിയിലെ ചിലപ്പോൾ അഡ്മിനിസ്ട്രേഷൻ വർക്കും ചെയ്യുന്നത്. പക്ഷേ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന ഒരാൾ ഏതൊരു കമ്പനിക്കും നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ഒരാളാണ്. ശരിക്കും എന്താണ് അക്കൗണ്ടൻറ്റിൻ്റെ പണി? അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അക്കൗണ്ടിങ് ജോബ് തിരഞ്ഞെടുക്കുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പല കോഴ്സുകളും ഇന്ന് നമ്മുടെ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പല അക്കൗണ്ടിങ് കോഴ്സുകളും വേഗത്തിൽ ജോലി കിട്ടണം എന്നുള്ളതാണ് അക്കൗണ്ടിങ് എന്നല്ല പല കോഴ്സുകളും എടുക്കുന്ന പലരുടെയും ആഗ്രഹം. എന്നാൽ തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഒരുപാട് പഠിച്ച് നമ്മുടെ സമയം വേസ്റ്റ് ആക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഓർഗനൈസേഷൻ വർക്ക് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് പോലെ ഇരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ജോബും. ഒരുപാട് അക്കൗണ്ടിങ് കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഈ അക്കൗണ്ടിങ് കോഴ്സുകളിൽ പല കോഴ്സുകളും പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ബേസ് ചെയ്ത് അല്ലെങ്കിൽ പല കമ്പനികളിലെ പല പൊസിഷനിലേക്കുള്ള വാക്കൻസി ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ തരംതിരിക്കാം. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പലരും തിരഞ്ഞെടുക്കുന്ന പല അക്കൗണ്ടിങ് കോഴ്സുകളെ കുറിച്ച് ഇന്ന് നമുക്കിവിടെ പരിചയപ്പെടാം. കൊമേഴ്സിലെ ട്രഡീഷണൽ കരിയർ എന്നറിയപ്പെടുന്നതാണ് CA, CMA, CS പോലത്തെ കോഴ്സുകൾ. ഈ കോഴ്സുകളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ കൊമേഴ്സിൽ നല്ല കരിയർ കിട്ടും എന്നതിൽ ഒരു സംശയമില്ല. പക്ഷേ CA പഠിക്കാനും CS പഠിക്കാനും CMA പഠിക്കാനും അതിൻ്റേതായിട്ടുള്ള റിസ്കുകൾ കൂടുതലാണ്. ഇപ്പോൾ ഒരാൾ ഒരു CA ആവണം അല്ലെങ്കിൽ CMA ആവണം എന്നുണ്ടെങ്കിൽ മിനിമം അയാൾ 5 വർഷമെങ്കിലും എടുക്കും. ചിലപ്പോൾ അതിൽ കൂടുതലാവാം അയാൾ CA CMA ആവണമെന്നുണ്ടെങ്കിൽ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല കമ്പനികളിൽ ജോലിക്ക് കയറാം. നല്ല പോസ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കരിയർ ഉറപ്പിക്കാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല കമ്പനികളുടെയും ഓഡിറ്റ് ചെയ്ത് കൊടുത്ത് സൈൻ ചെയ്ത് പൈസ ഉണ്ടാക്കാം. എന്തുകൊണ്ടും CA CMA CS എന്ന് പറയുന്നത് നല്ലൊരു കരിയർ തന്നെയാണ്. ഇതല്ലാതെ വീണ്ടും പല കരിയറുകളും ഇന്ന് കൊമേഴ്സിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് നോക്കാം. എന്നാൽ പലരുടെയും സംശയമാണ് CA CMA CS പോലത്തെ കോഴ്സുകൾ പഠിച്ചാൽ മാത്രമാണോ നല്ല കരിയർ അല്ലെങ്കിൽ ഏറ്റവും ഹൈ പോസ്റ്റിൽ ഒരു കൊമേഴ്സ് പഠിക്കുന്ന ഒരാൾക്ക് എത്താൻ പറ്റും എന്നുള്ളത്. എന്നാൽ പല ആളുകൾക്കുള്ള സംശയമാണ് CA CMA പഠിച്ചാൽ മാത്രമാണ് കൊമേഴ്സിലെ ഏറ്റവും ടോപ്പ് കരിയർ കിട്ടുമെന്നുള്ളത്. പക്ഷെ ഒരിക്കലുമല്ല. നിങ്ങൾക്ക് ഒരു കമ്പനിയിലെ ഏറ്റവും ടോപ്പ് പോസ്റ്റിൽ എത്തണം എന്നുണ്ടെങ്കിൽ CA CMA മാത്രം പഠിച്ചു എന്ന് കരുതിയോണ്ട് മാത്രം അല്ല നിങ്ങൾക്ക് എത്താൻ പറ്റുക. അല്ലാത്ത പല കോഴ്സുകളും ഇന്ന് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകളെ പറ്റി ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇനി എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്നത് +2 പഠിച്ചൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി തീർച്ചയായിട്ടും ഡിഗ്രി ചെയ്യണം. കാരണം നിങ്ങൾ ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതൊരു കമ്പനിയിലേക്കും നല്ല മൾട്ടിനാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബേസ് ചെയ്തിട്ടുള്ള ഏതൊരു കമ്പനിയിലേക്കും ഒരു കുട്ടിയെ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ അവർ പറയുന്ന ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എനി ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ നല്ല പ്രൊഫഷണൽ കോഴ്സ് മാത്രം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ജോബിന് പോകാൻ പാടില്ല. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ, റെഗുലറായിട്ട് ഡിഗ്രി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ടെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. ഇനി നിങ്ങൾ BCom നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, BBA ചൂസ് ചെയ്യാം. കൊമേഴ്സിൻ്റെ കരിയർക്ക് വരുന്ന കുട്ടികൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള 2 ഡിഗ്രികളാണ് BCom BBA. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് BCom പഠിച്ച് അല്ലെങ്കിൽ BBA പഠിച്ച് അല്ലെങ്കിൽ എനി ഡിഗ്രിയുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ് ഇന്ന് കൊമേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ BCom പഠിക്കാത്ത, BBA പഠിക്കാത്ത അല്ലെങ്കിൽ കൊമേഴ്സ് സ്ട്രീമിൽ ഒന്നും പഠിക്കാത്ത നോൺ കൊമേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കും CA CMA CS പോലത്തെ കോഴ്സുകൾ വരെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ CA CMA CS അല്ലാതെ നമ്മളെ കരിയറിനെ ഏറ്റവും ഹൈയിലേക്ക് എത്തിക്കുന്ന പല കോഴ്സുകളെയും ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന കോഴ്സാണ് USA CMA. ഡിഗ്രി കഴിഞ്ഞ ഏതൊരാൾക്കും, ഇനി അത് കൊമേഴ്സ് സ്ട്രീം പഠിക്കാത്തവർക്കും, BCom പഠിക്കാത്തവർക്കും, BBA പഠിക്കാത്തവർക്കും, നോൺ കൊമേഴ്സ് എടുത്തവർക്കും കൊമേഴ്സിൻ്റെ കരിയറിലേക്ക് വരാൻ വളരെ സിമ്പിളാണ്. അതിൽ ഒരു ആൾക്ക് MBA വേണമെങ്കിൽ പഠിക്കാം. MBA പഠിച്ച് അയാൾക്ക് ഒരു കമ്പനിയിലെ നല്ല പോസ്റ്റിൽ നിങ്ങൾക്ക് മാനേജറായിട്ട് ജോലിക്ക് കയറാം. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ കരിയറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് CA, CMA, CS പോലത്തെ കോഴ്സുകളും കൊമേഴ്സ് പഠിക്കാത്തവർക്കും ഈ കോഴ്സ് പഠിച്ച് നല്ല പോസ്റ്റിൽ ജോലി കയറാവുന്നതാണ്. ഇനി ഒരാൾക്ക് CA പഠിക്കണം എന്നുണ്ടെങ്കിൽ CA പഠിക്കാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണ്. +2 പഠിച്ച ഒരാൾ CAയുടെ CPT എന്ന് പറയുന്ന കോഴ്സ് അല്ലെങ്കിൽ CPT എന്ന് പറയുന്ന ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഒരാൾ ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ് വിചാരിക്കുക. ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെന്നെങ്കിൽ അയാൾക്ക് ഡയറക്റ്റായിട്ട് ആ CAയുടെ ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ വരുന്ന മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ടാക്സാക്ഷൻ, ഓഡിറ്റിങ്, ലോ ഇവയാണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 to 5 months ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ CA ഫേം ഇടാം, CA ഓഫീസ് ഓഡിറ്റിംഗ് ഫേം ഇടാം, ടാക്സ് കൺസൾട്ടിങ് ചെയ്യാം, കോർപ്പറേറ്റ് ഫിനാൻസുകൾ മാനേജ് ചെയ്യാം. അടുത്തതായിട്ട് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അഥവാ CMA ഒരാൾ പഠിക്കണമെന്നുണ്ടെങ്കിലും അയാൾക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. +2 കഴിഞ്ഞ ഒരാൾക്ക് CMA എന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഓഡിറ്റ്, ലോ ഇവയാണ് അവർക്ക് അവിടെ പഠിക്കാനുണ്ടാവുക. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നതും 3 to 4 years ആണ്. ഇനി സ്കോപ്പ് ഓഫ് CMA എന്ന് പറയുന്നത് CMA ഫേംസ് സ്റ്റാർട്ട് ചെയ്യാം, ഓഡിറ്റിംഗ് ഫേം തന്നെ. അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാം, കമ്പനികളിൽ CFO ആവാം, ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആവാം. ഇങ്ങനെ CMA പോലത്തെ കോഴ്സുകളിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള പല കരിയേഴ്സും നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇനി അടുത്തതാണ് CS അഥവാ കമ്പനി സെക്രട്ടറി. ഒരാൾ കമ്പനി സെക്രട്ടറി ആവുന്നത് തന്നെ ആ കമ്പനിയിലെ ലോസ്, ആ കമ്പനിയിലെ കംപ്ലയിൻസസ്, ഗവൺമെൻറ്റുമായിട്ടുള്ള ഡീലിങ്സ് ഇങ്ങനെയെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡീല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കമ്പനി സെക്രട്ടറിയെ വെക്കുന്നത്. നല്ല പോസ്റ്റാണ് ശരിക്കും. അപ്പോൾ ഈ കമ്പനി സെക്രട്ടറി ആവാൻ ഒരാൾക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. +2 കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഈ ജോബിലേക്ക് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഇത് പഠിക്കാനും 3 മുതൽ 4 വർഷം വരെ വേണം. അതേപോലെ തന്നെ ഇത് പഠിച്ച ഒരാൾക്ക് വേണമെങ്കിൽ കമ്പനി സെക്രട്ടറി ആയിട്ട് വേണമെങ്കിൽ ഫേം ഇട്ടിട്ട് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. പല കമ്പനികളുടെയും വർക്കുകൾ എന്ത് ചെയ്യാം, കൺസൾട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല പല കമ്പനിയിലെയും ലീഗൽ കംപ്ലയിൻസസ് എന്ത് ചെയ്യാം, ചെയ്തു കൊടുക്കുന്ന ആളാവാം. ഇല്ലെങ്കിൽ കോർപ്പറേറ്റ് അഡ്വൈസറായിട്ട് നല്ല കോർപ്പറേറ്റ് കമ്പനികളിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ 3 കോഴ്സുകളും നല്ല കരിയർ തരുന്ന കോഴ്സുകൾ തന്നെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫോറിൻ ഫിനാൻഷ്യൽ കോഴ്സുകളാണ്. ഫോറിൻ ഫിനാൻഷ്യൽ കോഴ്സുകൾ എന്തുകൊണ്ടും CA, CMA, CS പോലെ തന്നെ വേൾഡ് വൈഡിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി തരുന്ന കോഴ്സുകൾ തന്നെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് CFA അഥവാ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയുന്ന കോഴ്സ്. US ബേസ്ഡ് ആയിട്ടുള്ള ഈ കോഴ്സ് പഠിക്കാൻ 3 ലെവലുകളാണുള്ളത്. ഈ ഓരോ ലെവലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു CFA ആവാം. CFA ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആവാം, നല്ല നല്ല കമ്പനികളുടെ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആവാം, ഇല്ലെങ്കിൽ ആ കമ്പനിയുടെ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആവാം, ഇല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് അനലിസ്റ്റ് ആവാം. എന്തുകൊണ്ട് ഫോറിൻ കോഴ്സുകളിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നൽകുന്ന കോഴ്സാണ് CFA. മിനിമം 2 years ആണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട സമയം എന്ന് പറയുന്നത്. അടുത്തതാണ് CMA US സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് അനാലിസിസ് ആവാം, ഇല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു കമ്പനിയിൽ അതേ പോസ്റ്റിൽ വർക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വേണമെങ്കിൽ വർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസിഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാം. ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടത് 1 year മുതൽ 1.6 years വരെയാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ കോഴ്സ് 2 പാർട്ടുകളായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത കോഴ്സാണ് CPA സർട്ടിഫൈഡ് പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ്. US ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ് CPA എന്ന് പറയുന്നത്. CPA എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ പഠിക്കാതുണ്ടെങ്കിൽ 1 year കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് CPA എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ 2 years ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടി വരും വിത്ത് ആ CPA. അപ്പോൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് US ബേസ്ഡ് ആയിട്ടുള്ള നല്ല നല്ല MNC കമ്പനികളിൽ നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ CA വർക്ക് ചെയ്യുന്ന അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ കമ്പനിയിലെ ഒരു CAയുടെ അതേ പൊസിഷനിൽ നിങ്ങൾക്ക് ഈ CPA കോഴ്സ് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും. ഈ CPA കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഡിറ്റിംഗ് ആൻഡ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ പറ്റും.
ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് റെഗുലേഷൻസ് എന്ത് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു CA-കാരൻ അല്ലെങ്കിൽ ഒരു CMA-കാരൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൺസൾട്ടൻ്റായിട്ട് ഈ കമ്പനികൾക്ക് വർക്ക് ചെയ്ത് ഫീ വാങ്ങുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വേണമെങ്കിൽ CPA കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് പോകാൻ പറ്റും. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു 1 ഇയർ ആണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള മിനിമം ടൈം എന്ന് പറയുന്നത്. പക്ഷേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും 2 ഇയേഴ്സ് നിങ്ങളൊരു CPA-കാരൻ്റെ കൂടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടി വരും. ഇനി അടുത്തതാണ് ACCA അഥവാ ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻറ്റ്. ACCA നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ പല കോഴ്സുകളും നിങ്ങൾ കേട്ടതാവും. എന്നാലും ഞാൻ വീണ്ടും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓരോ കോഴ്സ് പഠിച്ചാലും ഓരോ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോബ് നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഇപ്പോൾ ACCA പഠിക്കുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ഇന്ത്യയിലല്ല, കൂടുതലും അയാൾക്ക് മിഡിൽ ഈസ്റ്റ് കൺട്രികളിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രികളിലെ കമ്പനികൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഫോറിൻ അക്കൗണ്ടിങ് കോഴ്സ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ACCA എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 1 ഇയർ മുതൽ 1.5 ഇയേഴ്സ് വരെയാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ മിനിമം എടുക്കുന്ന സമയം. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നോളജ് ലെവൽ, സ്കിൽ ലെവൽ, പ്രൊഫഷണൽ ലെവൽ കോഴ്സാണ് ശരിക്കും. ഇതിൽ കൂടുതലും പ്രാക്ടിക്കലി നിങ്ങൾ പല കാര്യങ്ങളെയും അറിഞ്ഞ് അല്ലെങ്കിൽ സ്കില്ലുകൾ എന്ത് ചെയ്യണം, ഒരു മാനേജർക്ക് വേണ്ട സ്കില്ലുകൾ പഠിച്ച് ഇങ്ങനെ ഈ ഒരു പ്രൊഫഷണൽ രീതിയിൽ പഠിച്ചെടുക്കുന്ന ഒരു കോഴ്സാണ് ശരിക്കും ACCA എന്ന് പറയുന്നത്. ഇനി കൊമേഴ്സ് പഠിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ BCom, BBA, ഇനി അതുമല്ല വേറെ ഏതെങ്കിലും നോൺ കൊമേഴ്സ് ആയിട്ടുള്ള ഡിഗ്രികൾ പഠിച്ച ആളുകളുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ BA ഇംഗ്ലീഷ്, BA ഹിസ്റ്ററി, ഇങ്ങനെ പല സ്ട്രീമിലും പഠിച്ച ആളുകൾക്കും കൊമേഴ്സ് എന്ന കരിയറിലേക്ക് വരാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ഫോറിൻ അക്കൗണ്ടിങ് കോഴ്സുകളും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൊഫഷണൽ കോഴ്സുകളും ചെയ്യാതെ വേറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിൽ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഓപ്ഷനാണ് ഒന്ന് MCom. ഇപ്പോൾ MCom പഠിച്ച ഒരാൾക്ക്, ഇപ്പോൾ ഒരാൾക്ക് ഫിനാൻസിൽ ഒരു ടീച്ചിങ് ആണ് പാഷൻ എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഏറ്റവും നല്ലത് MCom എന്ന് പറയുന്ന PG ചൂസ് ചെയ്യുന്നതാണ്. MCom പഠിക്കാൻ വേണ്ടത് 2 ഇയേഴ്സാണ്. അപ്പോൾ MCom നിങ്ങൾക്ക് നല്ല കോളേജിൽ നിങ്ങൾക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ നല്ല കോളേജുകളിലേക്ക് MCom പഠിക്കാൻ പോയാലും നിങ്ങൾക്ക് ടീച്ചിങ് എന്ന പോസ്റ്റിലേക്ക് കരിയർ സെറ്റ് ചെയ്യാം. ഇനി MCom പഠിച്ചിട്ടൊക്കെ ടീച്ചിങ് മാത്രമല്ല, അയാൾക്ക് വേണമെങ്കിൽ നല്ല കമ്പനികളിലേക്ക് അക്കൗണ്ട്സ് പൊസിഷൻക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കും ആ കമ്പനിയിലെ നല്ലൊരു പോസ്റ്റിലേക്ക് ജോലി കിട്ടാവുന്നതാണ്. ഇനി നല്ലൊരു മാനേജർ ആവണം അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ മാനേജ് ചെയ്യുന്ന ഒരാളാവണം എന്ന് പറയുന്ന പല ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷനാണ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ MBA. ഇപ്പോൾ MBA പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല കോളേജുകളിൽ MBA ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നല്ല കോളേജുകളിൽ MBA കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻട്രൻസ് ടെസ്റ്റുകൾ എഴുതണം. ഇപ്പോൾ CAT, MAT പോലത്തെ എൻട്രൻസ് ടെസ്റ്റുകൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നല്ല കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഇപ്പോൾ ബിർള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IIM, ഇങ്ങനെയുള്ള നല്ല MBA കോളേജുകളിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല കമ്പനികൾക്ക് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റും കിട്ടും. അപ്പോൾ ഈ പ്ലേസ്മെൻറ്റ് നല്ല കമ്പനിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ മാനേജർ എന്ന് പറയുന്ന ആ ഒരു ലൈഫ് പിന്നെ സെറ്റാണ്. അപ്പോൾ MBA പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും MBA എൻട്രൻസ് ടെസ്റ്റുകൾ എഴുതാൻ വേണ്ടിയിട്ട് മിനിമം 1 ഇയർ എങ്കിലും പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഡിഗ്രിയുടെ കൂടെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, MBAക്ക് വേണ്ട പ്രിപ്പറേഷൻ ചെയ്യാം. ഇനി MBA പഠിക്കാൻ വേണ്ട ടൈം എന്ന് പറയുന്നത് 2 ഇയേഴ്സാണ്. 2 ഇയേഴ്സ് ഒരാൾ MBA പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ജോബ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ്. അയാൾക്കൊരു കമ്പനിയിലെ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ അല്ലെങ്കിൽ MNC കമ്പനിയിൽ ഒരു മാനേജറായിട്ട് എന്ത് ചെയ്യാം, പോസ്റ്റിൽ വർക്ക് ചെയ്യാം. ഇനി അതെല്ലാം അയാൾക്കൊരു ഓൺട്രപ്രണർ ആവാം. അയാൾക്ക് നല്ല മാനേജിങ് കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ഓൺട്രപ്രണർ ആവാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് കൺസൾട്ടിങ് ചെയ്യാൻ പറ്റും. നല്ല കമ്പനികൾക്ക് വേണ്ട കൺസൾട്ടിങ് എങ്ങനെ മാനേജ് ചെയ്യണം, ആ കമ്പനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇങ്ങനെ കൺസൾട്ടിങ് ചെയ്തിട്ടും ഒരു MBA-കാരന് അയാളുടെ കരിയറിൽ ടോപ്പ് വരെ പോവാം. ഇപ്പോൾ MBA പഠിക്കുന്ന ഒരാൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ MBA HR, MBA മാർക്കറ്റിംഗ്, MBA ഫിനാൻസ്, MBA സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ട്രാവൽ ആൻഡ് ടൂറിസം, ഇങ്ങനെ ഏതിലാണോ നമുക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പാഷൻ ഏതിലാണോ അത് വേണമെങ്കിൽ നമുക്ക് MBA പഠിക്കുമ്പോൾ ചൂസ് ചെയ്യാവുന്നതാണ്. MBA പഠിക്കുന്ന ആളുകളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകുന്ന എനിക്കൊരു കമ്പനിയിലെ മാനേജറായി വർക്ക് ചെയ്ത് ആ കമ്പനിയിൽ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ
നല്ല പാഷനുള്ള ഒരാൾക്ക് MBA പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയ മറ്റൊരു കോഴ്സാണ് PGDM എന്ന കോഴ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ്. ഇപ്പോൾ PGDM പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് കൂടുതലും ഫോക്കസ് ചെയ്യുക അയാളെ കരിയറിൽ നല്ല ഹാർഡ് സ്കിൽ ഉണ്ടാവാനാണ്. ഇപ്പോൾ നല്ല ഹാർഡ് സ്കിൽ എന്ന് പറയുന്നത് എന്താണ്? അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് സ്കിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്കൊരു കമ്പനിയിൽ ഒരു മാനേജറായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ് സ്കില്ലും വേണം, സോഫ്റ്റ് സ്കില്ലും വേണം. ഇപ്പോൾ ഞാൻ ഒരു 100 ആളുകളുടെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനാണ് എനിക്ക് സോഫ്റ്റ് സ്കിൽ ഉണ്ടാവേണ്ടത്. പല ആളുകളെയും ഫേസ് ചെയ്യാനുള്ള പേടി, ഭയം ഇതൊക്കെ ഒഴിവാക്കി തരുന്നത്, അല്ലെങ്കിൽ പല പ്രോഗ്രാംസുകൾ അറേഞ്ച് ചെയ്യുന്നത്, ഈ പ്രോഗ്രാംസ് നടത്താൻ വേണ്ടിയിട്ട് പല ആളുകളെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു ഹാർഡ് സ്കില്ലിൻ്റെയും സോഫ്റ്റ് സ്കില്ലിൻ്റെയും ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ PGDM എന്ന് പറയുന്ന കോഴ്സുകളിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യിപ്പിച്ച്, ക്ലാസ് എടുപ്പിച്ച്, നിങ്ങൾ ലീഡർഷിപ്പ് കൂട്ടുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ശരിക്കും PGDM. PGDM എന്ന് പറയുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ എല്ലാ കോളേജുകളിലും PGDM എന്ന് പറയുന്ന കോഴ്സ് ചിലപ്പോൾ അവൈലബിൾ ആവണമെന്നില്ല. ചിലപ്പോൾ MBA എല്ലാ കോളേജുകളിലും അവൈലബിൾ ആയിരിക്കും. PGDM ചെയ്യുന്നത് വളരെ കുറഞ്ഞ കോളേജുകളിലോ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലോ മാത്രമാണ് PGDM എന്ന് പറഞ്ഞ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. IIM പോലത്തെ നല്ല നല്ല മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് PGDM പോലത്തെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ MBA പോലെ തന്നെ PGDM എന്ന് പറയുന്ന കോഴ്സും ചൂസ് ചെയ്യാവുന്നതാണ്. കൊമേഴ്സ് എന്ന കരിയറിലേക്ക് വരുന്ന കുട്ടികൾക്ക് വേണ്ട അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ലൈവായിട്ടുള്ള കുറച്ച് കോഴ്സുകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്. ഈ പരിചയപ്പെടുത്തിയ എല്ലാ കോഴ്സുകളും നിങ്ങൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നല്ല കോഴ്സുകളാണ്, നല്ല ഓപ്ഷൻസാണ്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാ ആളുകളും ഈ എല്ലാ കോഴ്സും ചെയ്യാൻ പോകാൻ വില്ലിങ് ആവുന്ന ആളുകളാവണമെന്നില്ല. പല കോഴ്സുകൾ പഠിക്കുന്നതിനും ഒരുപാട് ലിമിറ്റേഷൻസ് ചിലപ്പോൾ ഉണ്ടാവാം. ഇപ്പോൾ CA CMA പഠിക്കാൻ കുറേ ഇയേഴ്സ് എടുക്കാം. ഇനി ഫോറിൻ അക്കൗണ്ടിങ് കോഴ്സുകൾ പഠിക്കാൻ ഫിനാൻഷ്യലി കുറച്ച് കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി MBA പഠിക്കാനും PGDM പഠിക്കാനും എൻട്രൻസ് ടെസ്റ്റുകൾ എഴുതി ചിലപ്പോൾ നമ്മളെ സമയം കളയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഭയമുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ പേടിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർ വിചാരിക്കും എനിക്ക് ഇനി കൊമേഴ്സിൽ ഒരു നല്ലൊരു കരിയർ കിട്ടിയില്ലേ, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു അക്കൗണ്ടൻ്റായിട്ട് കാലാകാലങ്ങളിലും ഞാൻ ഒരു കമ്പനിയിൽ ജൂനിയർ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുമോ, എൻ്റെ ഫ്രണ്ട്സ് ചിലപ്പോൾ CA പഠിച്ച് ആ കമ്പനിയിൽ മാനേജർ ആകുമ്പോൾ ഞാൻ അതിൻ്റെ താഴെ ലെവലിൽ ഇരിക്കുന്ന ഒരു എംപ്ലോയി ആയിരിക്കും എല്ലാ കാലത്തും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ സ്റ്റക്ക് ആവാൻ പോകുന്നില്ല. ആ പോവാതിരിക്കാൻ അല്ലെങ്കിൽ സ്റ്റക്ക് ആവാതെ നിങ്ങൾ ഒരു CA പഠിച്ചാലും CMA പഠിച്ചാലും ചെന്നിരിക്കുന്ന അതേ പോസ്റ്റിലേക്ക് അതേ കാലം കൊണ്ട് എത്താൻ എന്ത് പഠിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇനി ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ മുന്നിലുള്ള ഒരു ഓപ്ഷനാണ് ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സാക്ഷൻ എന്ന് പറയുന്ന കോഴ്സ് ചെയ്യുക എന്നുള്ളത്. ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സാക്ഷൻ പ്രൊഫഷണൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെവലിലുള്ള ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മുടെ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിലുള്ള മാനുഫാക്ചറിങ് കമ്പനികൾ, ഹോൾസെയിൽ റിറ്റെയിൽ കമ്പനികൾ, കൺസ്ട്രക്ഷൻ കമ്പനികൾ, സർവീസ് സെക്ടർ മേഖലയിലുള്ള കമ്പനികൾ, ഇങ്ങനെയുള്ള എല്ലാ കമ്പനികളുടെയും ശരിക്കുള്ള അക്കൗണ്ട്സ് എടുത്ത് അതിനെ തിയറിറ്റിക്കലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഐഡൻറ്റിഫൈ ചെയ്ത തിയറിറ്റിക്കൽ വർക്കിനെ മാനുവലി നമ്മളൊരു ബുക്കിലേക്ക് പകർത്തി ഒരു കമ്പനിയുടെ ഒരു ബേസിക് മുതൽ അതിൻ്റെ ബാലൻസ് ഷീറ്റ് വരെയുള്ള കാര്യങ്ങൾ ആ മാനുവലി നമ്മൾ ഉണ്ടാക്കി അതിന് പിന്നെ പ്രാക്ടിക്കലി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന ഒരു കോഴ്സാണ് ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സാക്ഷൻ എന്ന് പറയുന്ന ഈ കോഴ്സ്. ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് CA CMA CS പോലത്തെ എക്സ്പേർട്ടുകളാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അക്കൗണ്ട്സിൽ വരുന്ന മാറ്റങ്ങളെ അതേ സമയത്ത് റീസെൻ്റ്ലി വരുന്ന മാറ്റങ്ങളെ അതേ ടൈമിൽ അപ് ടു ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു കോഴ്സാണ് ABAT, അതായത് അഡ്വാൻസ്ഡ് ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സാക്ഷൻ എന്ന് പറയുന്ന ഈ കോഴ്സ്. വേഗത്തിൽ പഠിച്ച് വേഗത്തിൽ നല്ല ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് തന്നെ ഒരിക്കലും വേഗത്തിൽ പഠിച്ച് വേഗത്തിൽ ജോലി കിട്ടില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യത്തെയും ഏറ്റവും ഷോർട്ടായിട്ട് പഠിച്ച് ഏറ്റവും ടോപ്പായിട്ട് ചെയ്യാം എന്നുള്ളതാണ് എല്ലാ ആളുകളും ഇന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മിനിമം 6 മാസമെങ്കിലും നിങ്ങളുടെ കരിയറിൽ മാറ്റിവെക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ 6 മാസം കൊണ്ട് നിങ്ങൾ ഇന്ന് ഈ മാർക്കറ്റിലുള്ള എല്ലാ കമ്പനികളുടെയും
റിയൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് വർക്കുകൾ പ്രാക്ടിക്കൽ ചെയ്ത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നോക്കി നിങ്ങൾക്ക് കറക്റ്റ് ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനുവലി ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിനെ ഒരു സോഫ്റ്റ്വെയറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിനെ ഒരു റിസൾട്ടാക്കി മാറ്റാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് 6 മാസം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% നല്ല കമ്പനികളിൽ ജോലി കിട്ടും. അപ്പോൾ ആ ഒരു കരിയർ കിട്ടാൻ നിങ്ങൾ പഠിക്കേണ്ടതും ഇതുപോലുള്ള പ്രാക്ടിക്കലി അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള കമ്പനികളുടെ അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന നല്ല കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നാണ്. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഐബാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വെക്കുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിലുള്ള ഓരോ കാര്യങ്ങളും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ പല കമ്പനികളിലും ചെയ്യുന്ന അതേ അക്കൗണ്ട്സും ടാക്സുകളുമാണ്. ഇവിടെ നിങ്ങൾ ഐബാറ്റിലെ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്പനിയിലെ പ്രൊഫഷണൽ അക്കൗണ്ടൻ്റായിട്ട് ജോയിൻ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാക്സ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓഫീസ് ഇട്ടിട്ട് പല ആളുകളുടെയും ടാക്സ് വർക്കുകൾ നിങ്ങൾക്ക് ഫീ വാങ്ങി ചെയ്തു കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയിലെ അക്കൗണ്ട്സ് മാനേജർ ആവാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മാനേജർ ആവാം, ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആവാം, ഓഡിറ്റർ ആവാം, ഫാക്കൽറ്റി ആവാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന അക്കൗണ്ട്സിന് ടാക്സിന് ട്രെയിനറായിട്ട് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഐബാറ്റിലെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഗൾഫിലുള്ള അല്ലെങ്കിൽ ഫോറിൻ അക്കൗണ്ടിങ് പഠിച്ച് നിങ്ങൾക്ക് ഫോറിൻ അബ്രോഡ് കോഴ്സുകൾ ജോബുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുള്ള ശരിക്കുമുള്ള കമ്പനിയുടെ അക്കൗണ്ട്സ് നിങ്ങൾ അല്ലെങ്കിൽ ടാക്സ് നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ മാത്രമല്ല നിങ്ങൾക്ക് വേറെയുള്ള ഫോറിൻ കൺട്രികളിലെ ജോബ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കമ്പനികളിൽ അവിടെയുള്ള കമ്പനികളിൽ ജോലിക്ക് കയറാൻ പറ്റുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ എക്സാമുകളിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിലേക്കും നിങ്ങൾക്ക് ഐബാറ്റിലെ കോഴ്സ് പഠിച്ച് നിങ്ങൾക്ക് ഈ ജോബിലേക്കും ഗവൺമെൻറ് ജോബിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഇത്രയും കരിയറിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് ഐബാറ്റ് പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ബേസിക്കും ഇല്ലാത്ത കുട്ടീനെ ഒരു ബേസിക് കൊടുത്ത് ആ കുട്ടിയുടെ അക്കൗണ്ട്സ് ലെവലിനെ ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റ് മുതൽ ഒരു CFO വരെ പോകാൻ പറ്റുന്ന രീതിയിൽ സിലബസ് ഉണ്ടാക്കി മാനുവലി ആയിട്ടും തിയറി ആയിട്ടും പ്രാക്ടിക്കലായിട്ടും പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഐബാറ്റിൽ പഠിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും 100% ജോലി വാങ്ങിക്കൊടുക്കാൻ ഐബാറ്റിന് കഴിഞ്ഞതിൻ്റെ മെയിൻ റീസൺ ഐബാറ്റിൽ കൊടുക്കുന്ന കോഴ്സും സിലബസുകളും മാത്രമാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു നേരത്തെ ഒരു CA CMA പഠിച്ച ഒരാൾ പോയിരിക്കുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഐബാറ്റിലെ കോഴ്സ് പഠിച്ചാലും പോയിരിക്കാൻ പറ്റും. അത് എങ്ങനെയെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾ CA CMA ചെയ്യാണ്, അയാൾ മിനിമം 5 വർഷമെങ്കിലും CA CMA കഴിയാനെടുക്കും. ഇനി അയാൾ 5 വർഷം CA CMA പഠിച്ച് അയാൾ ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് പോകുമ്പോൾ അയാൾ ജോയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ അയാളുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് മാനേജർ ആവും. ഇനി നിങ്ങൾ ഐബാറ്റിലെ ഒരു കോഴ്സ് പഠിച്ച് നിങ്ങൾ അതേ MNC കമ്പനിയിൽ നിങ്ങൾ ജോലിക്ക് കയറി 6 മാസം കൊണ്ട് നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആ കമ്പനിയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ വർക്കുകളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ മിനിമം 3-4 വർഷം കൊണ്ട് ആ കമ്പനിയിലെ ഒരു അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് മാനേജർ ആവും. ഈ ആൾ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങളും ആ കമ്പനിയിലെ സെയിം പോസ്റ്റിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ CA CMA എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതി എനിക്ക് നല്ല കമ്പനിയിൽ നല്ല പോസ്റ്റിൽ എത്താൻ പറ്റില്ല എന്നുള്ളതിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ടെൻഷൻ ആവണ്ട, കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങളുടെ കൂടെ ഐബാറ്റ് ഉണ്ട്. ഒരാളുടെ കരിയറിലും ജീവിതത്തിലും അയാൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, സക്സസ് വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും നല്ലൊരു കമ്പനിയിൽ കയറി കഴിഞ്ഞാലും അയാളുടെ ജീവിതത്തിലായാലും അയാൾക്ക് ഉയരാൻ കഴിയില്ല. എന്താണ് ഫ്ലെക്സിബിലിറ്റി? ഒരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഈ 2 സുഹൃത്തുക്കളിൽ 2 പേരും ഒരേ കമ്പനിയിൽ ജോലിക്ക് കയറി. അവർ ജോലിക്ക് കയറിയ കമ്പനി റെസ്റ്റോറൻ്റ് ആണ് വിചാരിക്കുക. ഈ റെസ്റ്റോറൻറ്റിൽ ഈ 2 ആളുകളും പാക്കിങ്ങാണ് ചെയ്യുന്നത്. ഈ പാക്കിംഗ് ചെയ്യുന്ന സമയത്ത് അവരെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡെലിവറി ബോയ് ഇത് ലീവാണ്, ഒരാൾ ഈ സാധനം ഒന്ന് ഡെലിവർ ചെയ്യണം. അപ്പോൾ ഒരാൾ പറയുകയാണെന്ത്, എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ആകെ പാക്കിങ് ചെയ്യാനുള്ള ക്യാഷല്ലേ തരുന്നുള്ളൂ. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, മറ്റേ ആൾ ഈ സാധനം ഡെലിവറി ചെയ്യാണ്. അങ്ങനെ പിന്നീട് ഒരു ദിവസം അവിടെ ഒരു കുട്ടി ഛർദ്ദിച്ചു. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓണർ പറയുകയാണെന്ന് ക്ലീനിങ്ങിൻ്റെ ആൾ എത്തിയിട്ടില്ല, നിങ്ങളൊരാൾ ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും ഇയാൾ പറയുകയാണെന്ത്, ഒരാൾ പറഞ്ഞു എനിക്ക് ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല, കാരണം എനിക്കെന്താണ്,
എനിക്ക് ആകെ തരുന്ന സാലറി പാക്ക് ചെയ്യുന്ന സാലറി ഉള്ളൂ. മറ്റേ ആൾ എന്ത് പറഞ്ഞു, ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. അങ്ങനെ എന്ത് വർക്ക് കൊടുക്കുമ്പോൾ ഒരാൾ എന്ത് ചെയ്യും, റിജക്റ്റും ചെയ്യും, മറ്റേ ആൾ ഇത് അക്സെപ്റ്റും ചെയ്യും. മറ്റേ ആൾ ഫ്ലെക്സിബിൾ ആണ്, അയാൾ എന്ത് വർക്ക് ചെയ്യാനും റെഡിയാണ്. അങ്ങനെ ഒരു സമയത്ത് കുറച്ച് കാലം കഴിഞ്ഞ് പോയപ്പോൾ ഈ ഓണർ എന്ത് ചെയ്യാണ്, പുതിയൊരു ഷോപ്പ് തുടങ്ങുക. അപ്പോൾ ആ സമയത്ത് ഓണർ ഈ ആളോട് പറഞ്ഞു, ഈ ഫ്ലെക്സിബിലിറ്റി ഉള്ള ആളോട് പറയുകയാണെന്ത്, നിനക്കിപ്പോൾ ഈ കടയിലുള്ള അല്ലെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിലുള്ള എല്ലാ വർക്ക് ചെയ്യാൻ എനിക്ക് അറിയും, ഈ എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്തോ, ഇനി നമ്മൾ പുതിയ തുടങ്ങുന്ന റെസ്റ്റോറൻറ്റ് ഈ നോക്കി നടത്തിക്കോ, എനിക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു പ്രോഫിറ്റും തരും, നല്ല സാലറിയും തരും, കാരണം നിനക്ക് എല്ലാം നോക്കാൻ അറിയുന്ന ഒരാളാണ് നീ. അങ്ങനെ അവനെന്ത് ചെയ്യാണ്, ഇന്ന് നല്ല ഇൻകം വാങ്ങി നല്ല വീട് വെച്ച് നല്ല ലൈഫ് സ്റ്റൈൽ നയിക്കുന്ന ഒരാളാണ്. മറ്റേ ആൾ ഇപ്പോഴും അതേ കമ്പനിയിൽ എന്ത് ചെയ്യാണ്, പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള 2 ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസാണ് ഞാനിവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയാണ്. ഈ ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ ജോലിക്ക് കയറുമ്പോൾ മേ ബി നിങ്ങൾ ആ കമ്പനിയിലെ അക്കൗണ്ട്സ് പേയബിൾ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട്സ് റെസീവബിൾ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വേക്കൻസി വരാം. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് തീർച്ചയായിട്ടും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട്സ് റെസീവബിൾസിലെ വർക്കുകൾ ചെയ്യാൻ അറിയണം. ഇനി അതല്ല, കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ MIS റിപ്പോർട്ടിംഗ് ഉണ്ടാക്കുന്ന മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഇതുണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ വേക്കൻസി വരാം. അപ്പോൾ ആ വേക്കൻസി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മാറാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസി വന്നാലും ആ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് പോയി വർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി വർക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ, ആ മിനിമം 4 അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് നിങ്ങൾ ആ കമ്പനിയിലെ ഒരു അക്കൗണ്ട്സ് മാനേജറായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട്സിൻ്റെ കരിയറിൽ നിങ്ങൾക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി തീർച്ചയായിട്ടും ഐബാറ്റ് നിങ്ങൾ ട്രെയിൻ ചെയ്ത് പല കമ്പനികളിലെയും പല ഡിപ്പാർട്ട്മെൻറ്റിലെയും വർക്കുകൾ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഞങ്ങൾ പറയുന്നത് ഐബാറ്റിൽ പഠിക്കുന്ന ഒരാൾ ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റ് മുതൽ ഒരു CFO വരെ എത്താൻ മിനിമം 4-3 വർഷം മതി. ഇന്ന് ലോകത്ത് ഏറ്റവും ജോലി സാധ്യതയുള്ള കൊമേഴ്സ് കരിയറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും തിരഞ്ഞെടുക്കാവുന്ന ഓപ്ഷൻസാണ് ഞാൻ നിങ്ങളെ ഇന്നിവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുള്ള ആളുകൾ ഐബാറ്റുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.